2024 PSC ചോദിച്ചിട്ടുള്ള ആരോഗ്യക്ഷേമ പദ്ധതികളുമുണ്ട്, മറ്റു പദ്ധതികളുമുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തെല്ലാം നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യന് തന്നെ 2ഉം 3ഉം പദ്ധതികളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പദ്ധതികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന പരീക്ഷകൾക്കൊക്കെ LDCക്കും LGSനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് 13/2/2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 22/2024 ക്വസ്റ്റ്യൻ കോഡ്. 32ാമത്തെ ചോദ്യമായിരുന്നു. പട്ടിക 1 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയെ പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് കണ്ടെത്തുക. നമുക്ക് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് പഠിക്കുന്ന വഴി 4 ക്വസ്റ്റ്യൻ കിട്ടും. 4 ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചാൽ രക്ഷപ്പെട്ടില്ലേ വരുന്ന പരീക്ഷകൾക്ക്. പട്ടിക 1 എ മന്ദഹാസം പദ്ധതി, ബി സമന്വയ പരിപാടി, സി അഭയകരണം പദ്ധതി, ഡി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ പല്ലുകൾ സൗജന്യമായിട്ട് വെച്ചുപിടിപ്പിക്കുന്ന സർക്കാരിൻ്റെ പദ്ധതിയാണ്. കണ്ട ഒരപ്പൂപ്പൻ ഇരുന്ന് ചിരിക്കുന്നതൊക്കെ കണ്ട, ആ പല്ല് മാറ്റി പുതിയ പല്ല് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ ചിരിക്ക്. അപ്പം മന്ദഹാസം, നല്ലൊരു ചിരി, അതാണ് മന്ദഹാസം പദ്ധതി. സമന്വയ എന്ന് പറയുന്നത് ഭിന്നലിംഗക്കാർക്ക്, അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് തുടർ വിദ്യാഭ്യാസ പദ്ധതി നൽകുന്നതിനുള്ള പ്രൊജക്റ്റാണ് സമന്വയ. ഭിന്നലിംഗക്കാർക്കുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ. അഭയകിരണം എന്താണെന്നറിയോ? വിധവകളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് അഭയകിരണം. അഭയകിരണം പദ്ധതിയെപ്പറ്റി നമുക്ക് നോക്കാം. പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. കേരള സർക്കാരിൻ്റെ സാമൂഹിക നീതി വകുപ്പാണ് അഭയകിരണം പദ്ധതി, നിർധന വിധവകൾക്കുള്ള ധനസഹായം പദ്ധതി ആരംഭിച്ചത്. അപ്പം സാമൂഹ്യനീതി വകുപ്പാണ് ആരംഭിച്ചത്, അങ്ങനെയും ചോദിക്കാം. നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിത അന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. എന്താണ്? നിരാലംബരും ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ ജീവിത അന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി പ്രകാരം നിർധനരായ വിധവകളുടെ അടുത്ത ബന്ധുക്കൾക്ക് സംരക്ഷണവും പാർപ്പിടവും നൽകുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകും. പ്രാരംഭഘട്ടത്തിൽ 200 പേർക്ക് 1000 രൂപ വീതം 6 മാസത്തേക്ക് ധനസഹായം നൽകുന്നതിന് അന്ന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നു. അപ്പം നമ്മൾ മെയിൻ പോയിന്റ്സ് നോക്കിയാൽ മതി. വിധവകൾക്കുള്ള പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പാണ് നടപ്പാക്കുന്നത്. നിരാമയ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി എന്താണ്? സാമൂഹ്യനീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായി മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് നിരാമയ സൗജന്യ ഇൻഷുറൻസ് സ്കീം. ഇതിൽ ആർക്കൊക്കെയാണെന്നറിയാമോ അംഗമാകാവുന്നത്? ഓട്ടിസം, സെറിബ്രൽ പാൾസി, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പദ്ധതിയാണ് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ പദ്ധതി പ്രകാരം ചികിത്സാ ആനുകൂല്യം ലഭിക്കും. ഏത് സർക്കാർ ആശുപത്രിയിലും രജിസ്റ്റർ ചെയ്യാം, പ്രൈവറ്റ് ആശുപത്രിയിലും രജിസ്റ്റർ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് മന്ദഹാസം പദ്ധതി? 4ാമത്തെ എ ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക്. സമന്വയ പരിപാടി എന്താണ്? നമ്മൾ കണ്ടതാണ്, ഭിന്നലിംഗം ട്രാൻസ്ജെൻഡേഴ്സിനുള്ളത്. അഭയകരണം പദ്ധതി എന്താണ്? നിരാലംബരായ വിധവകൾ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിയുള്ളവർക്ക്. ഓപ്ഷൻ എ ആണ്. ഞാൻ മാർക്ക് ചെയ്യില്ല, നിങ്ങൾ തന്നെ ഇത് ഓരോ ക്വസ്റ്റ്യനും മാർക്ക് ചെയ്യണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു പദ്ധതിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? വിമുക്തി. എന്താണ് വിമുക്തി? വിമുക്തി എന്ന് പറയുന്നത് ഒരു ലഹരി വർജന, സർക്കാരിനൊരു ലഹരി വർജന പദ്ധതിയാണ്. എക്സൈസ് വകുപ്പാണ് നടപ്പാക്കുന്നത്. ജീവിതം തന്നെ ലഹരി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഇറങ്ങിയായിരുന്നു വിമുക്തി. അപ്പോൾ ഈ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഉണർവ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. വിദ്യാലയങ്ങളിലെ വിമുക്തി പദ്ധതി ഉണർവ്. കേരള സംസ്ഥാന ലഹരി വർജന മിഷനാണ് വിമുക്തി. കേരള എക്സൈസ് സ്കൂൾ വിദ്യാർത്ഥികളെ നടപ്പാക്കുന്നതാണ് ഉണർവ്. എക്സൈസ് വകുപ്പാണ് നടപ്പാക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യില്ല, ഉത്തരവൊന്നും നിങ്ങൾ തന്നെ അത് മനഃപ്പാടമാക്കണേ.
സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് ഉണർവ്. എങ്ങനെയോ ഓർത്തിരുന്നാൽ മതി. ഉണർന്നിരിക്കുന്നവനെ ബോധം ഉണ്ടാകത്തുള്ളൂ. ലഹരി അടിക്കുന്നതിന് ബോധമില്ലല്ലോ, അപ്പോൾ ഉണർവ്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ജീവനം, ബി ശരണ്യ, സി സ്നേഹപൂർവ്വം, ഡി സ്പെക്ട്രം. ആൻസർ സ്പെക്ട്രമാണ്, ഓപ്ഷൻ ഡി. ഓട്ടിസം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. ഈ ഓപ്ഷൻ എ കണ്ട ജീവനം, സി സ്നേഹപൂർവ്വം, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ജീവനം പദ്ധതി എന്ന് പറയുന്നത് ഈ അതിക്രമത്തിനിരയായി ഗുരുതരമായി പരിക്കേറ്റവർ, കുറ്റകൃത്യത്തിനിരയായി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അങ്ങനെ ആശ്രിതർ, അവിവാഹിതരായ മകൻ, മകൾ എന്നിവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന ജീവനം പദ്ധതി പ്രകാരമുള്ള ധനസഹായമാണ് ജീവനം പദ്ധതി. 20,000 രൂപയാണ് ധനസഹായം. കുറ്റകൃത്യം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടന്നതും കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കുറവുള്ളവർക്കുമാണ് ഇതിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. അത്രയേ ഉള്ളൂ ജീവനം പദ്ധതി, ഒന്ന് ഓർത്തിരുന്നാൽ മതി. സ്നേഹപൂർവ്വ ഓപ്ഷനിലുണ്ട്. എന്താണ് സ്നേഹപൂർവ്വം? മാതാപിതാക്കൾ ഇരുവരും അഥവാ മാതാപിതാക്കളിൽ ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിലോ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിലോ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. അച്ഛനും അമ്മയും, അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛൻ മരിച്ച് അമ്മ മാത്രമേ ഉള്ളൂ ജീവനോടെ ഇരിക്കുന്നു. അപ്പം ഈ അമ്മയ്ക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനത്തെ അവസ്ഥയിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോ താമസിപ്പിച്ച് വിദ്യാഭ്യാസം ഈ കുട്ടികൾക്ക് നൽകണ്ടേ? അതിനൊരു പ്രതിമാസം ധനസഹായം കേരള സർക്കാർ നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. ഇതുകൂടാതെ സംസ്ഥാനത്തെ HIV/AIDS ബാധിതരായ കുട്ടികളെ കൂടി സ്നേഹപൂർവ്വം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 025/2024 ഫെബ്രുവരി നടന്ന എക്സാമാണ്. ഇതിൽ പദ്ധതികൾ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനും അല്ലാതെ പറഞ്ഞു. 29ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. അഭയകിരണം പദ്ധതി 1 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വിദ്യാകിരണം പദ്ധതി, താലോലം പദ്ധതി, വിദ്യാജ്യോതി പദ്ധതി. ഇതിൽ അഭയകിരണം പദ്ധതി എന്താണെന്ന് നമുക്കറിയാം, നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു. വിധവകൾക്കുള്ള സാമ്പത്തിക സഹായം. അപ്പം ഇനി വിദ്യാകിരണം പദ്ധതി എന്താണെന്ന് നോക്കണം. വിദ്യാകിരണം പദ്ധതി എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ, അതായത് മാതാപിതാക്കൾക്ക് ഇരുവർക്കും വൈകല്യം ഉണ്ടെങ്കിലും അങ്ങനെ, അതായത് വികലാംഗരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ എന്നിവയും എൻഡോസൾഫാൻ ബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ താലോലം എന്ന് പറയുന്നത്. അതുകൊണ്ട് 18 വയസ്സിന് താഴെ പ്രായമുള്ള മാരകമായ രോഗങ്ങളുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി, അതാണ് താലോലം. ഈ ഭിന്നശേഷി ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് പഠനോപകരണങ്ങളും യൂണിഫോമും ഒക്കെ വാങ്ങാൻ സർക്കാർ നൽകുന്ന ധനസഹായമാണ് വിദ്യാജ്യോതി പദ്ധതി. അതായത് വികലാംഗരായിട്ടുള്ള കുട്ടികൾക്ക് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുന്നതാണ് വിദ്യാജ്യോതി പദ്ധതി. ക്വസ്റ്റ്യനിലേക്ക് വരാവേ. അപ്പം നമുക്ക് അഭയകിരണം പദ്ധതി 1 എന്ന് പറയുന്നത് എന്താണ്? വിധവകൾക്കുള്ള സാമ്പത്തിക സഹായം, 1C. 2 വിദ്യാകിരണം പദ്ധതി എന്തായിരുന്നു? വികലാംഗരുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, അതാണ് വിദ്യാകിരണം പദ്ധതി. 2 വന്നിട്ട് D. ഇനി താലോലം പദ്ധതി എന്താണ്? 3A ആണ്. മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ സഹായം. 4 വിദ്യാജ്യോതി പദ്ധതി. 4 എന്ത് വരും? 4B ആണ്. PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം, അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, വികലാംഗരായിട്ടുള്ള കുട്ടികൾക്ക്
പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. PH എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. അങ്ങനെ വരുമ്പോൾ 29ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, മാർക്ക് ചെയ്യാതെ നിങ്ങളത് ഓർത്ത് വെച്ച് പഠിച്ചാൽ മതി. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? ഇതും ഈ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച, ഈ എക്സൈസ് ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള പദ്ധതിയാണ്. ഒരു ക്വസ്റ്റ്യന് 1, 2 പദ്ധതിയൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, മിഠായി. കാരണം താലോലം നമ്മൾ പഠിച്ച്, മന്ദഹാസവും പഠിച്ച്, പിന്നുള്ള മിഠായിയാണ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയാണ് മിഠായി. ഈ ഓപ്ഷനകത്തുള്ള ക്വസ്റ്റ്യനൊക്കെ വേറെ മാറി മാറി വരുന്നുണ്ടോ? അതാണ് ഞാൻ ഈ ഓപ്ഷൻ അടക്കം എടുത്ത് നോക്കുന്നത് ഓരോ പ്രൊജക്റ്റും. ഇതെല്ലാം PSC ഈ ഓപ്ഷൻ എന്നുള്ളത് തന്നെ പിന്നെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് 2024 നടന്നതല്ല, 2023 നവംബർ ലാസ്റ്റ് നടന്ന ഒരു LD ക്ലർക്ക് വേരിയസിൻ്റെ ക്വസ്റ്റ്യനാണ്. ഞാനിത് എടുക്കാൻ കാരണം ഇത് വളരെ നല്ല ക്വസ്റ്റ്യനുമാണ്. നമുക്ക് ഇതിനകത്തുനിന്നുള്ള ഓപ്ഷനിൽ നിന്ന് പലതവണ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളത്. ഈ സ്നേഹപൂർവ്വം പദ്ധതി നമ്മൾ പറഞ്ഞു എന്താണെന്നുള്ളത്. ഹൃദ്യം പദ്ധതിയും അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. കേരളത്തിൽ ശിശു മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ശലഭം പദ്ധതി. ഈ ഒരു ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ആയതുകൊണ്ട് ഈ കേരളത്തിലെ പ്രസവങ്ങൾ നടക്കുന്ന എല്ലാ ഹോസ്പിറ്റലിലും ശലഭം കോർണർ എന്ന് പറഞ്ഞ് ഒരു യൂണിറ്റ് തന്നെ ഉണ്ട്. അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സും കാണും. അപ്പോൾ കേരളത്തിൽ ശിശു മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം അറിയപ്പെടുന്നത് ശലഭം എന്നാണ്. അതിൻ്റെ പദ്ധതിയാണ് ഓപ്ഷൻ എ, ശലഭം പദ്ധതി. മറ്റൊരു എക്സാമിന് ചോദിച്ചാണ് ഈ ചോദ്യം. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഇത് 2023 ഡിസംബറിൽ നടന്നൊരു എക്സാമിൻ്റെയാണ്. ഞാൻ ആ ശലഭം പദ്ധതി കണ്ടപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ എടുത്തതാണ്. കാരണം ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് നോക്കാം, ഓരോന്നും ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഓപ്ഷൻ എ, കാതോരമാണ്. നമുക്ക് സി ഓപ്ഷനായ ശ്രുതിമധുരവും ബി ഓപ്ഷനായ ധ്വനിയും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഓപ്ഷൻ പഠിച്ചേ പറ്റൂ. ഓപ്ഷനിൽ കൊടുക്കുന്നതൊക്കെ ഒരു ക്വസ്റ്റ്യനായിട്ട് പിന്നീട് ചോദിക്കും. വരാൻ പോകുന്ന LDCക്കോ LGCക്കോ ഒക്കെ ഒരുപാട് LGSനുമേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതല്ലേ, അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ കാണും. ഓപ്ഷനുള്ള മറ്റു രണ്ടെണ്ണം നമുക്ക് നോക്കാം, ശ്രുതിമധുരവും ധ്വനിയും. ശ്രുതിമധുരം എന്താണ്? കോട്ടയം ജില്ലയിൽ, ശ്രദ്ധിക്കുക, കോട്ടയം ജില്ലയിൽ കേൾവി ശക്തി പരിമിതർക്ക് ശ്രവണ സഹായം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതിമധുരം. കോട്ടയം ജില്ലയിൽ കേൾവി ശക്തി പരിമിതർക്ക് ശ്രവണ സഹായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതിമധുരം. ധ്വനി എന്താണ്? ധ്വനി കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി. കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി. കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി, അതാണ് ധ്വനി. മാറിപ്പോരുത്, ശ്രുതിമധുരം കോട്ടയം ജില്ലയിൽ കേൾവി ശക്തി പരിമിതർക്ക് ശ്രവണ സഹായി വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. ഇനി ഒരു ശ്രുതി തരംഗമുണ്ട്, അതുകൊണ്ടാണ് മാറിപ്പോരുന്നത് ഞാൻ പറഞ്ഞത്. ശ്രുതി തരംഗം എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രുതി തരംഗം എന്ന് പറയുന്നത് ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക്, ആ പോയിന്റ് നോട്ട് ചെയ്യണം, 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രുതി എന്ന് പറയുന്ന ഒരു കുട്ടി, 5 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ശ്രവണ വൈകല്യം ഉണ്ടായിരുന്ന ഈ കുട്ടിക്ക് പൂർണ്ണമായും കേൾവിശക്തി സർക്കാർ നൽകിയെന്ന് ഓർത്താൽ മതി. അപ്പോൾ ശ്രുതിമധുരം എന്ന് ഓർക്കുകയാണെങ്കിൽ അത് കോട്ടയം ജില്ലയിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതിമധുരം. കോട്ടയം ജില്ലയിലെ ശ്രവണ സഹായിയുടെ ലഡുവും കൂടെ വിതരണം ചെയ്തെന്ന് ഓർത്താൽ മതി. ലഡു മധുരമുള്ള ഒന്നാണല്ലോ, കോട്ടയത്തെ ബേക്കറിയിൽ നിന്നാണ് ആ ലഡു വരുത്തിയത്. അപ്പോൾ ഇത് രണ്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രുതിമധുരവും ശ്രുതി തരംഗവും. കോട്ടയം ജില്ലയിൽ കേൾവിശക്തി പരിമിതർക്ക് ശ്രവണ സഹായി വിതരണം ചെയ്യുന്ന പദ്ധതി ശ്രുതിമധുരം.
ശ്രവണ വൈകല്യമുള്ള 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി ശ്രുതിതരംഗം. ഓപ്ഷനിൽ വേറെ ഉണ്ടായിരുന്നല്ലോ, കരുതൽ ചൈൽഡ് കെയർ. കരുതൽ ചൈൽഡ് കെയർ പദ്ധതി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും മാനസികോല്ലാസം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കരുതൽ ചൈൽഡ് കെയർ പദ്ധതി. അതാണ് പദ്ധതി. പാലക്കാട് ജില്ലയിലെ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും മാനസികോല്ലാസവും ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് കരുതൽ ചൈൽഡ് കെയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മറക്കരുത്. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി കാതോരം. മറ്റൊരു പരീക്ഷയാണ്. 2023 അവസാനം ഡിസംബറിൽ നടന്നതാണ്. 2024 എടുത്തെങ്കിൽ ഡിസംബർ അവസാനമുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ. കാരണം ആ ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചോണം. താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ BNCAP, ബി NSAP, സി NREGA, ഡി MDM. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, BNCAP. BNCAP എന്നൊക്കെയാണ് പറയുന്നത്. ഭാരത് NCAP, ന്യൂ കെയർ അസസ്മെൻറ്റ് പ്രോഗ്രാം. ഭാരത് ന്യൂ കെയർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഈ ക്രാഷ് ടെസ്റ്റൊക്കെ ഇല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്, കാറിൻ്റെ. ഇപ്പോൾ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഓപ്ഷൻ എ, BNCAP, ഭാരത് NCAP. അടുത്ത വേറൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത്? 1 താലോലം. താലോലം എന്താണ് നമ്മൾ പഠിച്ചായിരുന്നു. 2 സ്നേഹപൂർവം. 3 ശ്രുതിതരംഗം. 4 കുടുംബശ്രീ. താലോലവും സ്നേഹപൂർവ്വവും ശ്രുതിതരംഗവും നമ്മൾ പഠിച്ചു. കുടുംബശ്രീയാണ് ഇതിനകത്ത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. കുടുംബശ്രീ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, കുടുംബശ്രീ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് കുടുംബശ്രീ. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻ എടുക്കാം. വരുമാനവും തൊഴിൽ ഉറപ്പാക്കി 6249 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആയിരുന്ന ആൻസർ, ഉജ്ജീവനം പദ്ധതി. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഉജ്ജീവനം പദ്ധതി. ഇതും 2024 നടന്ന പരീക്ഷയാണ്. നമ്മൾ നേരത്തെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു, സ്പെക്ട്രം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചാണ്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ എക്സാമിന് ചോദിച്ചാണ്. 039/2024 ആണ് കോഡ്. മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനം അനുഭവിക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരാണ് എന്തായാലും നമ്മൾ പഠിച്ചത്, സ്നേഹപൂർവ്വം. ഈ സ്നേഹപൂർവ്വം ഓപ്ഷനിൽ അതിന് മുമ്പുള്ള എക്സാം ഇത് 2024 പരീക്ഷയാണ്. 2023 ഡിസംബറിലും 2024 തുടക്കത്തിലൊക്കെ ഉള്ള പരീക്ഷയിൽ സ്നേഹപൂർവ്വം ഓപ്ഷനിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്നേഹപൂർവ്വം എടുത്ത് നേരത്തെ കാണിച്ചത്. അപ്പം ഇങ്ങനെ ഓപ്ഷനിലുള്ള പ്രോജക്റ്റും പിന്നീട് ചോദിക്കുമെന്ന് കരുതുക. സ്നേഹപൂർവ്വമാണ് ആൻസർ. ആ ഓപ്ഷൻ സി കണ്ട, സ്നേഹസാന്ത്വനം. അത് എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. താലോലം എന്താണ്? 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങളും മറ്റ് നാഡീരോഗങ്ങൾ, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യങ്ങൾ എന്നിവയും എൻഡോസൾഫാൻ ബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതി. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഓപ്ഷൻ ഡി കണ്ടോ, സ്നേഹസ്പർശം. സ്നേഹസ്പർശം എന്ന് പറയുന്നത് ചൂഷണത്തിനിരയായ അവിവാഹിതരായ അമ്മമാർക്ക് നൽകുന്ന ധനസഹായമാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിന് ഉള്ള ധനസഹായമാണ്. ചൂഷണത്തിനിരയായ അവിവാഹിതരായ അമ്മമാർക്കുള്ള ധനസഹായം, അതാണ് സ്നേഹസ്പർശം. സ്നേഹസാന്ത്വനം നമ്മൾ പഠിച്ചു. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി. ഇത് മെയ് 4 നടന്നൊരു പരീക്ഷയാണ്. 052/2024 ക്വസ്റ്റ്യൻ കോഡ്. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത
മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി? ഓപ്ഷൻ എ ശരണ്യ പദ്ധതി, ബി സ്വാന്തനം, സി നവജീവൻ, ഡി ആശ്വാസനിധി. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, നവജീവൻ. ഓപ്ഷൻ എ ശരണ്യ പദ്ധതി ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ്. വിധവകൾ, വിവാഹമോചനം നേടിയ സ്ത്രീകൾ, ഭർത്താവിനെ കാണാതെ പോയ സ്ത്രീകൾ, SC ST വിഭാഗത്തിൽപ്പെട്ട അവിവാഹിതരായമാർ തുടങ്ങിയ സ്ത്രീകൾക്ക് ആശ്വാസം പകരുന്ന ഒരു ലഘു തൊഴിൽ സ്വയം തൊഴിൽ വായ്പയാണ്. ഇത്രയേ ഉള്ളൂ. സ്ത്രീ സംരംഭകർക്ക് സഹായമേകാനുള്ള ഒരു പദ്ധതിയാണ് ശരണ്യ പദ്ധതി. എംപ്ലോയ്മെൻറ്റ് വകുപ്പ് നേരിട്ട് നടത്തുന്ന പദ്ധതിയാണ്. സ്വയം തൊഴിലിന് വായ്പ നടത്തുന്ന പദ്ധതിയാണ് ശരണ്യ പദ്ധതി. അത് ഓപ്ഷനിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമുക്കിനി സ്വാന്തനം അത് നോക്കാം. ഓപ്ഷൻ ബി. സ്വാന്തനം എന്ന് പറയുന്നത് കിടപ്പിലായ രോഗിയെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സുമാരെയാണ് ഇതിൽ നിയോഗിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. നമ്മുടെ ഉത്തരം നവജീവനാണ്. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ഈ എക്സാമിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി അത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ആരോഗ്യകിരണം. ആരോഗ്യകിരണം എന്ന് വെച്ചാൽ സംസ്ഥാനത്തെ 18 വയസ്സിന് താഴെ പ്രായമുള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. മൃതസഞ്ജീവനി എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി എന്ന് പറയുന്ന മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. 2024 തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസാണ്. കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, സുനീതിയാണ്. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഈ പരീക്ഷ തന്നെ ചോദിച്ചാണ്. ഉത്തരം ബി ആണ്, രംഗശ്രീ. സ്ത്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? രംഗശ്രീ. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ സുനീതി. ഇത് രണ്ടും പഠിക്കണേ. ഇതായി ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം. ഇതിൻ്റെ ആൻസർ വന്നിട്ട് മലപ്പുറമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം മലപ്പുറം ജില്ലയിലാണ്. വള്ളിക്കുന്ന്, ആ സ്ഥലത്താണ് ഈ കടപ്പുറം നിൽക്കുന്നത്. വള്ളിക്കുന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി. ഇത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. PHCകളെ FHC എന്ന് പറഞ്ഞാൽ ഫാമിലി ഹെൽത്ത് സെൻറ്റർ, മറ്റേത് PHC പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്, ആർദ്രം. നമുക്ക് ഈ ഓപ്ഷൻ ആർദ്രം പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആശ്വാസകിരണം കൂടെ പഠിക്കണം. ആശ്വാസകിരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ഓപ്ഷൻ സി ഉണ്ട്, ആശ്വാസകിരണം. അത് നമുക്കൊന്ന് പഠിക്കാവേ. ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്നൊരു പദ്ധതിയാണ്. എന്താണ് ആശ്വാസകിരണം? കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രസ്താവന ചോദ്യം വല്ലതും ചോദിച്ചാൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കണം. അതായത് എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. ഇനി ആശ്വാസകിരണം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം പ്രതിമാസം 600 രൂപയാണ്. ആശ്വാസകിരണം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന പ്രതിമാസ ധനസഹായം 600 രൂപ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്ക്
പ്രതിമാസ ധനസഹായം നൽകുന്ന സ്പെഷ്യൽ ആശ്വാസ കിരണം പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. ആശ്വാസ കിരണം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം 600 രൂപ പ്രതിമാസം. ഇത് ക്വസ്റ്റ്യൻ കോഡ് 061/2024. ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര്. ഇതിൻ്റെ ആൻസർ വിഫ്സ് ആണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക്, അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ എന്നാണ്. WIFS, വിഫ്സ്. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് വിഫ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ രോഗമിത്ര, ബി സഹേലി, സി സ്പർശ്, ഡി ബാലമിത്ര. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാലമിത്ര. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ഓപ്ഷൻ എ ഹൃദ്യം, ബി എൽസ, സി താലോലം, ഡി സുഹൃതം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, എൽസ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എൽസ. ഈ എൽസ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് എന്നാണ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജന രംഗത്ത് വേറിട്ട പാത സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് എൽസ എന്ന പേരിൽ നൂതന സാങ്കേതിക വിദ്യയുടെ പുതിയൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. അന്നത്തെ ന്യൂസ് കട്ടിംഗ് ആണിത്. അപ്പം എൽസ ഇത് ഈ ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ ഓർത്തിരിക്കണം. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ. ILSA, ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ്. ഹൃദ്യം എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു നേരത്തെ, താലോലവും പഠിച്ച്. സുഹൃതം എന്താണ്? സുഹൃതം ഓപ്ഷനിൽ പറഞ്ഞാൽ സുഹൃതം എന്ന് പറയുന്നത് ക്യാൻസർ രോഗത്തിനുള്ള പദ്ധതിയാണ്. സംസ്ഥാനത്ത് ക്യാൻസർ രോഗികളുടെ രോഗചികിത്സയ്ക്ക് ഭാരി ചെലവ് വേണ്ടി വരുന്നതിനാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ക്യാൻസർ ചികിത്സ അപ്രാപ്യമാണ്. അതുകൊണ്ട് ക്യാൻസർ മരണനിരക്ക് കൂടുന്നതിനും കാരണമാവുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് സുഹൃതം. ക്യാൻസർ ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്ന് പഠിച്ചാൽ മതി. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി ആയിരുന്നു പണ്ട്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. ഇതിൻ്റെ ആൻസർ ആരോഗ്യകരണമാണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു. 18 വയസ്സിന് താഴെ ഉള്ള അർബുദ, ഹൃദ്രോഗ, വൃക്കരോഗ ബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി എന്നും നമ്മൾ പഠിച്ചായിരുന്നു. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യകരണം. സ്നേഹപൂർവ്വം എന്താണെന്ന് നേരത്തെ ക്വസ്റ്റ്യൻ റെഫർ ചെയ്തപ്പോൾ പഠിച്ചായിരുന്നു. ഒന്നുകൂടെ പറയാം. മാതാപിതാക്കൾ ഇരുവരും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിലോ ബന്ധുഭവനങ്ങളിലോ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. നേരത്തെ പഠിച്ചതാണ്. സമാശ്വാസം എന്താണെന്ന് നോക്കാം. സമാശ്വാസം എന്താണെന്നുള്ള പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ ബി സമാശ്വാസം. അത് വൃക്ക തകരാറ് മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. വൃക്ക തകരാറ് മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL ബിലോ പോവർട്ടി ലൈൻ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം പ്രതിമാസം 1100 രൂപയാണ്. പ്രതിമാസം 1100 രൂപയാണ് സമാശ്വാസം പദ്ധതിയിലൂടെ അനുവദിക്കുന്ന ധനസഹായം. വൃക്ക തകരാറ് മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം. നമ്മുടെ 75ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ആരോഗ്യകിരണമാണ്. ഇത് മറക്കരുത്. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യകിരണം. ഞാൻ മാർക്ക് ചെയ്യത്തില്ല. ഇത് ആരോഗ്യകിരണം നേരത്തെ പഠിച്ചതാണ്, അതുകൊണ്ട് ഇത് ഞാൻ മാർക്ക് ചെയ്യത്തില്ല. ഓപ്ഷൻ സി ആരോഗ്യകിരണം. ഇത് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് ചോദിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് നഗരങ്ങളിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് പറയുന്നത്.
ഗ്രാമീണ മേഖലയിലാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഈ ഓപ്ഷനിൽ ഞാൻ പറഞ്ഞുതരാം, ഓപ്ഷൻ 22 ആൻസർ. കാരണം അത് വെച്ചിട്ട് ഇവരത് ക്വസ്റ്റ്യൻ വ്യക്തമാക്കാനാണ്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പഴയ കൂലി 311 രൂപയായിരുന്നു. അത് പുതുക്കിയ വേതനം 333 രൂപയാക്കി. അപ്പം 333 രൂപയാക്കി. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ആദ്യത്തെ കൂലി 311 രൂപയായിരുന്നു. ഏപ്രിൽ 1 മുതൽ അത് പുതുക്കി 333 ആക്കിയപ്പം 22 കൂടിയത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവാണെന്ന് പറയാൻ കാരണം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ആദ്യം 333 രൂപയായിരുന്നു. ഇപ്പം 346 രൂപയാണ്. 13 രൂപയാണ് കൂടിയത്. ഈ 13 രൂപ ഓപ്ഷനിൽ എവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ആയിരിക്കണം ഉദ്ദേശിച്ചത്. പക്ഷേ ക്വസ്റ്റ്യനകത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അയ്യങ്കാളി പദ്ധതി എന്ന് പറഞ്ഞാൽ നഗര പദ്ധതിയാണ്, നഗരത്തിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയാണ്. അപ്പം ഇത് രണ്ടും പഠിച്ചു വെച്ചോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിലവിൽ 346 രൂപയാണ് കേരളത്തിലെ പ്രതിദിന കൂലി. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇപ്പോൾ പ്രതിദിന കൂലി 333 രൂപയാണ്. മുമ്പ് 311 രൂപയായിരുന്നു. അത് 22 രൂപ കൂട്ടി. അപ്പം ഒന്ന് ഓർത്തിരിക്കുക, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അർബൻ, അതായത് നഗരത്തിലെ പദ്ധതിയാണ്. MNREG, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണതയാണ്. അതാണ് റൂറൽ എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 346 രൂപ, അയ്യങ്കാളിയുടെ 333 രൂപ. മറക്കരുതേ, തെറ്റി. വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ ഡി ആണ്, PM ആശാ യോജന. ഓപ്ഷൻ ഡി, PM ആശാ യോജന. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അന്നദത്ത ആയി സംരക്ഷൺ അഭിയാൻ എന്നാണ്. PM ആശ, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM ആശാ യോജന. ഇത് UPSCയുടെയൊക്കെ ഹെവി ടോപ്പിക്കാണ്. ഇതിനകത്തോട്ട് കയറി വന്നതേ ഉള്ളൂ. ഇതിന് 3 പൈലറ്റ് സ്കീമായിട്ടെങ്ങാണ്ടാണ് ഇതിന് പോകുന്നത്. പ്രൈസ് സപ്പോർട്ട് സ്കീം, പ്രൈസ് ഡെഫിഷ്യൻസി പേയ്മെൻറ്റ് സ്കീം, അതിലോട്ടൊന്നും കടക്കുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി PM ആശാ യോജന. ക്വസ്റ്റ്യൻ കോഡ് 20/24 ചോദിച്ചൊരു ചോദ്യമാണ്. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണെന്ന്. ADP 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഒരൊറ്റ ജില്ലയേ ഉള്ളൂ, വയനാടാണ് ആൻസർ. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം പ്രകാരം കേരളത്തിൽ ഉൾപ്പെട്ട ഒരേ ഒരു ജില്ല വയനാടാണ്. വയനാടേ. അടുത്ത ക്വസ്റ്റ്യൻ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക്, ആ ടേം സൂക്ഷിക്കണം, ഓർത്തിരിക്കണം, ശ്രദ്ധിക്കണം. അത് ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ഓപ്ഷൻ സി ആണ് ആൻസർ, പരിരക്ഷ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി പരിരക്ഷ. നമ്മൾ നിരാമയൊക്കെ പഠിച്ചാണ് നേരത്തെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ കോഡ് 019/2024. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് ഓപ്ഷൻ എ ആണ് ആൻസർ, അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ശലഭം എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ശലഭം? ഒരു യൂണിറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി ഓപ്ഷൻ സി, ശ്രുതി തരംഗം എന്തായിരുന്നു? ശ്രുതി തരംഗമൊക്കെ നമ്മൾ ശ്രവണ വൈകല്യമുള്ള 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ശക്തി നൽകുന്ന ചികിത്സാ പദ്ധതി എന്നുള്ളത് പഠിച്ചായിരുന്നു. സുഹൃതം ക്യാൻസർ പ്രോഗ്രാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഓപ്ഷൻ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വായിക്കാം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും
അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ എ മാതൃജ്യോതി, ബി മാതൃയാനം, സി ആയുർദളം, ഡി അശ്വമേധം. ഓപ്ഷൻ എ ആണ് മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി മാതൃജ്യോതിയാണ്. മാതൃജ്യോതി. ഓരോ ഓപ്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ ബി മാതൃയാനവും, ഓപ്ഷൻ ഡി അശ്വമേധവും, ഓപ്ഷൻ സി ആയുർദളവും. അതെല്ലാം ഇമ്പോർട്ടൻ്റ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാതൃയാനം എന്ന് പറയുന്നത് പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. ശ്രദ്ധിക്കണം, പ്രസവാനന്തരം, പ്രസവത്തിന് ശേഷം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യമായി വീട്ടിലേക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. യാനം, യാത്ര, മാതൃയാനം, മാതാവിനുള്ള യാത്ര, മാതാവിനൂടെ കുഞ്ഞും കാണുമല്ലോ, അപ്പം മാതൃയാനം. ഇത് നടപ്പിലാക്കുന്നത് വനിതാ ശിശു വികസനവും സാമൂഹിക മിഷനും ചേർന്നാണ്. ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റ് രണ്ടെണ്ണം അശ്വമേധം പദ്ധതി, ആയുർദളവും. അശ്വമേധം പദ്ധതി എന്ന് പറയുന്നത് കേരള സാമൂഹ്യ മിഷൻ്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതിയാണ്. ഈ അശ്വം കുതിരയല്ലേ, കുതിരപ്പുറത്ത് കയറി അവരുടെ വീട്ടിൽ, കുഷ്ഠരോഗം ബാധിച്ചവരുടെ വീട്ടിൽ എത്തുന്നു എന്ന് ഓർത്താൽ മതി. കേരള സാമൂഹ്യ മിഷൻ്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതി. കുതിരപ്പുറത്താണ് വരുന്നത്, കുഷ്ഠരോഗം ഉണ്ടോയെന്നറിയാൻ. അങ്ങനെ രോഗനിർണയിക്കുകയാണ്. ഇനി ആയുർദളം, എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. എയ്ഡ്സ് വന്നാൽ ചത്തുപോകുന്നൊക്കെയാണല്ലോ, ആയുസ് നഷ്ടപ്പെടുമല്ലേ. ആയുർ അത് അങ്ങനെ ഓർത്താൽ മതി. ആയുർദളം, എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം. അശ്വമേധം പദ്ധതി നമ്മൾ പഠിച്ചു, ആയുർദളം പഠിച്ചു, മാതൃയാനവും പഠിച്ചു. ഒരു ക്വസ്റ്റ്യന് 3 ഓപ്ഷൻ ശരി ഉത്തരവല്ലാതെ ആ 3 എണ്ണവും ചോദിക്കും, നിങ്ങൾ പഠിച്ചേ പറ്റൂ. അശ്വമേധം പദ്ധതി എന്താണ്? കേരള സാമൂഹ്യ മിഷൻ്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗം ബാധിച്ചവർക്കായുള്ള ഗൃഹസന്ദർശന രോഗനിർണയ പദ്ധതി. ആയുർദളം, എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതി. ഞാനിതൊരു ക്വസ്റ്റ്യനിൽ കണ്ടത് മിഴിയെ, അതുകൊണ്ടാണ് പറയുന്നത്. ഇതും കൂടെ പഠിച്ചോ. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. എന്താണ്? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എയ്ഡഡ് സ്കൂൾസ്, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. പിന്നെ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് തൂവാല വിപ്ലവം. എന്നാണ് കർച്ചീഫല്ലേ, ഹാൻഡ് കർച്ചീഫാണല്ലോ നമുക്ക് തുമ്മുമ്പോഴൊക്കെ പൊത്തുന്നത്. ഓർത്തിരിക്കുകയാണ്. ഇപ്പോൾ തൂവാല കൊണ്ട് മുഖം പൊത്തിയാൽ മതി. അപ്പം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാം.
അതാണ് തൂവാല വിപ്ലവം. മിഴിയും തൂവാല വിപ്ലവവും നിങ്ങൾ നോക്കി വെക്കണം. മിഴി ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ഞാൻ ഓർക്കുന്നില്ല, അതാണ് ഞാൻ മിഴി നോട്ടിൽ നിന്ന് എടുത്തത്. കാസ്പിൻ്റെ ഫുൾ ഫോം ചോദിച്ചുകൊണ്ടാണ് ഇതും കൂടെ പഠിക്കണം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരള സർക്കാരിൻ്റെ മുഴുവൻ ആരോഗ്യ പദ്ധതിയും ഏകോപിപ്പിച്ച് നടത്തുന്ന നവീന ആരോഗ്യ പദ്ധതിയാണ് കാസ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതി ചിരി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആത്മഹത്യാ പ്രവണത ഇല്ലാതാക്കാനും വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതി ചിരി. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം. കേരള സംസ്ഥാനം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം. ഇത് മൂന്നും ഓർത്തിരിക്കണേ. വയോ അമൃതം സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള 15 ഗവൺമെൻറ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ആയുർവേദ പ്രൊജക്റ്റാണ് വയോ അമൃതം. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള 15 ഗവൺമെൻറ് വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ആയുർവേദ പ്രൊജക്റ്റാണ് വയോ അമൃതം. ഒരുമാതിരി ക്വസ്റ്റ്യൻ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള എടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതികൾ പഠിപ്പിക്കാൻ നിന്നാൽ തീരത്തില്ല. ഇതിനിടയ്ക്ക് ഞാൻ ചാനലിൽ ഷോർട്സായിട്ട് ഓരോ ക്വസ്റ്റ്യൻ കിട്ടുന്ന ഇട്ടേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വല്ല പോരായ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അടുത്ത വീഡിയോ ശ്രദ്ധിച്ചോളാം. തിരക്കിട്ട് കുറേ ക്വസ്റ്റ്യൻ തപ്പിപ്പിടിച്ചെടുത്ത് ചെയ്ത വീഡിയോ ആണ്. 24 പിന്നെ 23 കുറച്ച് ഡിസംബറിലൊക്കെ ചോദിച്ചത്. അപ്പം നമുക്ക് ബാക്കിയുള്ള ഞാൻ കിട്ടുന്നതനുസരിച്ച് ഷോർട്സായിട്ട് ഇടാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം.